മോഹനെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ എനിക്ക് പണ്ട് നിരത് സി ചൗധരിയുടെ ഒരു വാക്യമുണ്ട്. അത് സ്കോളർ എക്സ്ട്രാ ഓർഡിനറി എന്നാണ്. സോ കേരളത്തിൽ അറിയപ്പെടാത്ത ഒരു സ്കോളർ എക്സ്ട്രാ ഓർഡിനറി ആരാണോ അതാണ് ആർ മോഹൻ. സാമ്പത്തിക ശാസ്ത്രവും രാഷ്ട്രീയ ശാസ്ത്രവും ഇത്രയും ആഴത്തിൽ മനസ്സിലാക്കുകയും വിശകലനം ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. മോഹന്റെ രണ്ടാമത്തെ പുസ്തകം വരാൻ പോവുകയാണ്. ആ പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ സ്റ്റോറി ഓഫ് സ്കിസം ആൻഡ് ഇസം, കേരള ഫ്രം ദ ട്വിലൈറ്റ് ഓഫ് മൊണാർക്കി ടു ദ പ്രസന്റ് എന്ന ആ പുതിയ പുസ്തകം അടുത്ത മാസം പുറത്തിറങ്ങുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഐക്യമുന്നണി രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മോഹന്റെ ആദ്യത്തെ പുസ്തകം ഇന്ത്യസ് ഫെഡറൽ സെറ്റപ്പ് എ ജേർണി ത്രൂ 7 ഡെക്കേഡ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിന്റെ ചരിത്രം പറയുന്ന വളരെ ആഴമേറിയ ഒരു പഠനമായിരുന്നു. ഈ രണ്ടാമത്തെ പുസ്തകം അടിസ്ഥാനപരമായി കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും ഒരു പ്രകേളികയായ കൊലിഷൻ പോളിറ്റിക്സ് അഥവാ ഐക്യമുന്നണി രാഷ്ട്രീയം, അതിന്റെ ചരിത്രം, അത് എങ്ങനെയാണ് കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക ഘടനയിൽ പ്രവർത്തിച്ചത്, അത് ഏതുതരം സ്വാധീനമാണ് ഉണ്ടാക്കിയത് എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരു ഗവേഷണ കൃതിയാണ്. പ്രശസ്ത കേരള സ്കോളറും അക്കാഡമിഷ്യനും ഒക്കെ ആയ റോബിൻ ജെഫ്രിയെ പോലുള്ള ആളുകളൊക്കെ ആ പുസ്തകത്തെ പറ്റി വളരെ ആഴത്തിലുള്ള പഠനം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായി കേരള രാഷ്ട്രീയത്തിന്റെ ഒരു ചരിത്രം കൂടിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യമായി കൊലിഷൻ പോളിറ്റിക്സ് എന്ന് പറയുന്ന ആ സങ്കല്പം പ്രാവർത്തികമായ ഒരു സംസ്ഥാനം കേരളമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ 90കളിൽ മാത്രമാണ് കോലിഷൻ പോളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രായോഗിക തലത്തിലുള്ള സങ്കല്പം ഉണ്ടായത്. അതുവരെ ഒരു ഏകകക്ഷി ഭരണം സാധ്യമായിരുന്നു ഇന്ത്യയിൽ, കേന്ദ്രത്തിൽ. നിർഭാഗ്യവശാൽ കേരളത്തിൽ 1957 ആദ്യത്തെ മന്ത്രിസഭ ഒഴിച്ച് മറ്റൊന്നും തന്നെ ഒരു ഏകകക്ഷി ഭരണമായിരുന്നില്ല. 57 EMS നമ്പൂതിരിപ്പാടിന്റെ ഭൂരിപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റ പാർട്ടിയുടെ ഭരണം ആ 2 വർഷം മാത്രം ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ ഭൂരിപക്ഷത്തോടുകൂടി ആ ഗവൺമെന്റ് പുറന്തള്ളപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഉണ്ടായ കേരളത്തിന്റെ ചരിത്രം നമുക്ക് നോക്കിയാൽ എപ്പോഴും വിവിധ പൊളിറ്റിക്കൽ രാഷ്ട്രീയ കക്ഷികളുടെ കൂട്ടായ്മകളിലൂടെയാണ് കേരള രാഷ്ട്രീയം മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ മോഹന്റെ പുസ്തകത്തിലൂടെ മോഹൻ പറഞ്ഞു വരുന്നത് എന്നാൽ അതിനു മുമ്പ് ട്രാവൻകൂർ, തിരുകൊച്ചി, മലബാർ ഈ 3 പ്രദേശങ്ങളുടെ കേരള സംസ്ഥാനമായി മാറിയ ഈ 3 പ്രദേശങ്ങളിൽ മലബാർ ഒഴിച്ച് മറ്റു 2ഇടങ്ങളിലും 45 തൊട്ട് 52 വരെയുള്ള ആ ട്രാൻസിഷൻ ഫേസിലും കോലിഷൻ പോളിറ്റിക്സ് ആയിരുന്നു എന്നുള്ളതാണ്. ആ കോലിഷൻ പോളിറ്റിക്സ് എങ്ങനെയാണ്, അതിൻ്റെ ഒരു തുടർച്ചയെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ആദ്യത്തെ ഗവൺമെന്റ് വന്നപ്പോൾ അതൊരു ഏകകക്ഷി ഭരണത്തിലേക്ക് പോവുകയും പക്ഷെ വീണ്ടും തിരിച്ച് ഐക്യമുന്നണി ഗവൺമെന്റിലേക്ക് പോവുകയും ചെയ്തു. ഇതിനകത്ത് 2-3 പ്രതിസന്ധികൾ ഒരു പ്രകേളിക പോലെ നിൽക്കുന്നുണ്ട്. ഒന്ന്, ഈ കൂട്ടുമുന്നണി അല്ലെങ്കിൽ ഐക്യമുന്നണി എന്ന് പറയുന്ന സങ്കേതത്തിൽ വരുമ്പം ഇവരുടെ രാഷ്ട്രീയം വിരുദ്ധമായ, സ്കിസം എന്ന് പറഞ്ഞാൽ അതാണ്, വിരുദ്ധമായ രാഷ്ട്രീയങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇസത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം അവിടെ അനിവാര്യമാകുന്നു, അതോടൊപ്പം സാധ്യമാവുന്നു. ഈ അനിവാര്യതയും ഈ സാധ്യതയും തമ്മിലുള്ള പ്രശ്നമാണ് കേരള രാഷ്ട്രീയത്തിന്റെ അന്തസത്ത എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരുപക്ഷെ ഞാൻ മോഹനുമായിട്ടുള്ള ഈ സംഭാഷണത്തിൽ ആദ്യം എനിക്ക് തോന്നുന്നത്, മോഹൻ ഇതിന്റെ ഒരു ചരിത്രം കേരളം ഉണ്ടാവുന്നതിന് മുന്നേ തിരുകൊച്ചിയിലും തിരുവിതാംകൂറിലും ഇത് അനിവാര്യമായതിന്റെ ആവശ്യകത പറഞ്ഞുകൊണ്ട് നമുക്ക് സംഭാഷണം തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നത്. കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് മുമ്പ് ഐക്യമുന്നണി പരീക്ഷണങ്ങൾ ആരംഭിച്ചത് തിരുവിതാംകൂറിൽ നിന്നാണ്. അത് പരാജയപ്പെട്ട പരീക്ഷണം, നടക്കാതെ പോയ പരീക്ഷണം, അധികമാരും ചർച്ച ചെയ്യാത്ത ഒരു പരീക്ഷണം. 1948 അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഭരണഘടനയൊക്കെ നിലവിൽ വരുന്നതിന് മുമ്പ്
പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു തിരുവിതാംകൂർ സംസ്ഥാനത്ത്. അന്ന് തിരുവിതാംകൂർ റെപ്രസെന്റേറ്റീവ് ബോഡി എന്ന ഒരു ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാക്കാനാണ് മഹാരാജാവിന്റെ ഉത്തരവ് പ്രകാരം തിരുവിതാംകൂർ നിയമസഭയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. 118 സീറ്റുകളോളം. കൊച്ചിയില്ല. ആ തെരഞ്ഞെടുപ്പിൽ ഫെബ്രുവരി 1948 തെരഞ്ഞെടുപ്പ് നടന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്റ്റേറ്റ് കോൺഗ്രസുമായി സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് നടക്കാമോ എന്ന ഒരു അന്വേഷണവുമായി അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗമായിരുന്ന സഖ VMS PT പൊന്നൂസുമായി ചേർന്ന് പട്ടം താണുപിള്ളയെ കാണാനായി ചെല്ലുന്നു. ഈ കഥ തിരുവിതാംകൂറിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകത്തിൽ C. നാരായണപിള്ള 1055 പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. C. നാരായണപിള്ള സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അതുകൊണ്ട് മാത്രമായില്ലല്ലോ. ഇതിനൊരു കൊളാബറേഷൻ കൂടെ നോക്കിയപ്പോൾ KC ജോർജിന്റെ പുസ്തകത്തിലും ഇത് പറയുന്നുണ്ട്. KC ജോർജ് തിരുവിതാംകൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവായിരുന്നു. യൂത്ത് ലീഗിന്റെ ഒക്കെ പുനഃപ്രവേശന സമരത്തിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ച വലിയ നേതാവായിരുന്നു. അതും നടക്കാതെ പോയ ഒരു ഐക്യമുണ്ട്. എന്തുകൊണ്ട് നടക്കാതെ പോയെന്ന് ചോദിച്ചാൽ ഈ ഐക്യമുന്നണി പ്രപ്പോസലുമായി ആലപ്പുഴയിൽ അന്നത്തെ അനിഷേധ്യനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഉണ്ടായിരുന്നു. പിന്നീട് പാർട്ടിയിൽ നിന്നൊക്കെ പുറത്തുപോയി മരിച്ചുപോയ ആള് കുന്തക്കാരൻ പത്രോസ് എന്നറിയപ്പെടുന്ന KV പത്രോസ്. അദ്ദേഹം ഇത് നിഷ്കരണം തള്ളിക്കളഞ്ഞു. ഇതിനിടയിൽ ഒരു ചോദ്യം. KC ജോർജും C. നാരായണപിള്ളയും പറഞ്ഞു എന്ന് മോഹൻ പറയുമ്പോൾ ഇത് പാർട്ടിയുടെ ഔദ്യോഗിക ഘടനയിൽ ഇത് അവർ അംഗീകരിച്ചിട്ടില്ല എന്നാണോ? ഇതിന്റെ പ്രശ്നം എനിക്ക് ഈ സുധീർ പറഞ്ഞ കാര്യത്തിലോട്ട് എന്റെ സംശയം നീങ്ങിയപ്പോ ഞാൻ ഇതൊന്ന് അന്വേഷിച്ച് പോയപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ നയത്തിൽ അന്ന് നെഹ്റുവിന്റെ ഗവൺമെന്റുമായി സഹകരിച്ച് ഇമ്പീരിയലിസത്തിന്റെ വെസ്റ്റിജസിനെ തകർക്കണം എന്ന PC ജോഷി ലൈൻ മാറി റഷ്യൻ തിയറിറ്റീഷ്യനായിരുന്ന ഷെലാനോവിന്റെ പാതയെ പിന്തുടർന്നുകൊണ്ട് ഒരു BT ലളിതയുടെ കൽക്കട്ട PCC രൂപപ്പെടുന്ന കാലമാണ്. നെഹ്റു ഇന്ത്യൻ കെറൻസ്കിയായും കോൺഗ്രസ് റിയാക്ഷണറി ബൂർഷ്വാസിയുടെ പാർട്ടിയായൊക്കെ മാറിയപ്പോൾ KV പത്രോസിന്റെ ഈ നയം വളരെയധികം സ്വാധീനിച്ച് കാണാം. EMS പിന്നീട് ഐക്യമുന്നണി ആശയവുമായി മുന്നോട്ട് വന്നില്ല. അങ്ങനെ നടക്കാതെ പോയൊരു ഐക്യമുന്നണി. 2. തിരുവിതാംകൂർ കൊച്ചിയിൽ 1952 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പുറത്താക്കാൻ യുണൈറ്റഡ് ഫ്രണ്ട് ഓഫ് ലെഫ്റ്റിസ്റ്റ് എന്നൊരു ഐക്യമുന്നണി രൂപപ്പെട്ടു. കോൺഗ്രസിന്റെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് 1952 ഈ ഭാഗത്ത്. പക്ഷെ അന്ന് ഐക്യമുന്നണി ഇവിടെ രൂപപ്പെട്ടില്ല. കോൺഗ്രസ് ഒരു ഏകകക്ഷി ഭരണം തന്നെ തുടർന്നു. ട്രാവൻകൂർ തമിഴ്നാട് നാഷണൽ കോൺഗ്രസ് എന്ന മാർഷൽ നേശമണിയുടെ പ്രാദേശിക കോൺഗ്രസിന്റെ പിന്തുണയുടെ അത് വിളവങ്കോട്, അഗസ്തീശ്വരം, തോവാള ഭാഗത്ത് തമിഴ് പ്രദേശങ്ങൾ മദ്രാസ് സംസ്ഥാനമായി ലയിപ്പിക്കണമെന്ന ആശയമാണ്. പക്ഷെ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ കോൺഗ്രസിനെ പിന്തുണച്ചു. പക്ഷേ ഐക്യമുന്നണി വേറൊരു സ്ഥലത്താണ് ആദ്യം രൂപപ്പെട്ടത്. അത് മദ്രാസ് സംസ്ഥാനത്താണ്. കോൺഗ്രസിന് ആദ്യമായി അവിടെയും ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയും ഒക്കെ ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കി. UDF. ഇവിടുത്തെ UDF അല്ല, തങ്കത്തൂരി പ്രകാശത്തിന്റെ നേതൃത്വത്തിൽ ഒരു UDF ഉണ്ടാക്കി. 166 അംഗങ്ങളുള്ള UDF. രാജഗോപാലാചാര്യെ ക്ഷണിച്ചുകൊണ്ടുവന്ന നേതാവാക്കിയ കോൺഗ്രസിന് 152. എന്നാൽ ഗവർണറായിരുന്ന ശ്രീപ്രകാശ UDFനെ ക്ഷണിക്കുന്നതിന് പകരം രാജഗോപാലാചാരിയെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ ക്ഷണിച്ചു. രാജഗോപാലാചാരിക്ക് ഭൂരിപക്ഷമില്ല. ഇന്ത്യൻ രാഷ്ട്രീയങ്ങളുടെ എക്കാലത്തെയും വലിയ തന്ത്രജ്ഞനായിരുന്ന രാജഗോപാലാചാരി ഇന്നത്തെ PMKയുടെ പ്രപിതാമഹന്മാരായ കോമൺവെൽത്ത് പാർട്ടിയുമായി ഒരു ഐക്യമുന്നണി ഉണ്ടാക്കി. പക്ഷെ ഐക്യമുന്നണി സർക്കാർ എന്ന് വിളിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം കോമൺവെൽത്ത് പാർട്ടിയെ പിടിച്ച് കോൺഗ്രസിൽ ലയിപ്പിച്ചു. പിന്നീട് അങ്ങനെ ആദ്യത്തെ ഐക്യമുന്നണി ഏകകക്ഷി എന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ടു. അത് കഴിഞ്ഞ് നടക്കാതെ പോയ വേറൊരു ഐക്യമുന്നണി 1954 അന്ന് PSP, KSP, RSP കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവരുടെ എല്ലാം ചേർന്നുള്ള PSPയുമായി സീറ്റ് അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തി ഒരു മുന്നണി രൂപീകരിച്ച് കോൺഗ്രസിനെ പരാജയപ്പെടുത്തി. ഈ ഐക്യമുന്നണിക്ക് 52 സീറ്റ്. തമിഴ്നാട് കോൺഗ്രസുമായി ചേർന്നാൽ ഈ ഐക്യമുന്നണിക്ക് ഭൂരിപക്ഷമായി. പക്ഷെ പട്ടം താണുപിള്ളയെ മുഖ്യമന്ത്രിയാക്കി 19 അംഗ PSPയെ ഒറ്റയ്ക്ക് ഭരിക്കാൻ വിട്ട് 45 അംഗങ്ങളുള്ള കോൺഗ്രസ് പുറത്തുനിന്നും പിന്താങ്ങി. അങ്ങനെ ചൗധരി ചരൺ സിംഗും ചന്ദ്രശേഖറും തിരുവിതാംകൂറിൽ 1954 തന്നെ അവതരിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിന്നീട് ചെറിയ ഗവൺമെന്റുകളെ വലിയ കക്ഷി പിന്തുണ പിൻവലിക്കുന്ന സമ്പ്രദായം 54 തിരുവിതാംകൂറിൽ. അങ്ങനെ പരാജയപ്പെട്ട ഐക്യമുന്നണികളുടെ ഒരു ചരിത്രമാണ് തിരുക്കൊച്ചി. ഈ തിരുക്കൊച്ചി കേരളമായപ്പോൾ ഒറ്റ വാക്കുകൂടെ പറയാം. ഏകകക്ഷി ഭരണം ഇഷ്ടപ്പെടാത്ത
ഏകകക്ഷി ഭരണം വേണ്ട എന്ന് ശാഠ്യം പിടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏകകക്ഷി ഗവൺമെന്റ് ഉണ്ടാക്കേണ്ടി വന്നു. PSPയുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ ദീർഘമായ ചർച്ച നടത്തി. അന്ന് C അച്യുതമേനോനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി. അജയ് ഘോഷ് ഉണ്ട്, EMS നമ്പൂതിരിപ്പാട്, ഇവരെല്ലാം ചേർന്ന് MN ഗോവിന്ദൻ നായർ വളരെ ശക്തിയായി നിലനിൽക്കുന്ന ഒരു കാലം, അവരെല്ലാം ചേർന്ന് PSPയുമായി 1, 2, 3 ഘട്ടം ചർച്ച നടത്തി. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ അധികം സീറ്റ് മലബാറിൽ PSPക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ചർച്ച വരായി. എന്നിട്ടും വിട്ടില്ല, പിന്നെയും ചർച്ച നടന്നില്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ഐക്യം ആദ്യമായി പരാജയപ്പെട്ടപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ചത്. അതൊരു വലിയ ചരിത്രമാണ്, അതെല്ലാം കൂടി ഇവിടെ പറയാവില്ല, അവസരം കിട്ടിയേ പറയാം. അങ്ങനെ നടക്കാതെ പോയ ഐക്യമുന്നണികളുടെ ഒരു ശാഠ്യം പിടിച്ചിട്ടും നടക്കാതെ, ഐക്യമുന്നണി നടക്കാതെ പോയപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റ് ഉണ്ടാക്കിയത്. 1958 ആയപ്പോൾ എസ്സേഡാകെ പിന്നെയും പറഞ്ഞു ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, PSP ഒന്നാ കൂട്ടാം. എന്നിട്ടും നടന്നില്ല. ഐക്യമുന്നണികൾ ആഗ്രഹിച്ച് നടക്കാതെ പോയ ഒരു ദശാബ്ദമാണ് 1950. അവിടെ നിന്നാണ് ഈ തുടക്കം. അപ്പൊ അങ്ങനെ ഒരു ചർച്ച അന്ന് നടക്കുകയും അത് വിജയിക്കുകയും ചെയ്തിരുന്നെങ്കിൽ കേരളത്തിൽ ഒറ്റകക്ഷി ഭരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള ചരിത്രമായി മാറുമായിരുന്നു. ഓക്കെ, അത് കൊള്ളാം. പക്ഷെ ഇതാണ് PSPയെ കുറിച്ച്. PSPക്ക് എന്താ പറ്റിയ പിന്നീട്? PSP ഒരു വലിയ ഫോഴ്സ് ആയിട്ട് കേരളത്തിൽ കാണാം ആ കാലത്ത്. പക്ഷെ പിന്നീട് PSP എങ്ങനെ ഈ PSP തുടങ്ങി? 1939 സോഷ്യലിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് പുറത്തു വന്നത്. അന്ന് K. ദാമോദരനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നത്. മറ്റുള്ളവരെല്ലാം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നാണ് വരുന്നത്. പക്ഷെ 1942 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ജനകീയ യുദ്ധ സിദ്ധാന്തത്തിൽ ബ്രിട്ടീഷ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കാതെ കുറെ സോഷ്യലിസ്റ്റുകാർ കോൺഗ്രസിനെ വിഘടിച്ചു. അതിൽ ഡോക്ടർ KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ്, വലിയ നേതാക്കൾ. ഇവരെല്ലാം 1948 ജയപ്രകാശ് നാരായണന്റെയും ലോഹിയുടെയും നേതൃത്വത്തിൽ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് പുറത്തു. തിരുവിതാംകൂറിൽ അന്ന് PP വിൽസൺ മാത്രമേ ഉള്ളൂ സോഷ്യലിസ്റ്റ് പാർട്ടി. പക്ഷെ പട്ടം താണുള്ള കോൺഗ്രസുമായി പിണങ്ങി ആ ഒരു സാഹചര്യമുണ്ട്. ദീർഘമായ കഥയാണ്, പോകുന്നില്ല, പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ പട്ടം ISPയിൽ ചേർന്നു. പട്ടത്തെ സോഷ്യലിസ്റ്റ് പാർട്ടി ചേർക്കണോ വേണ്ടോ എന്നുള്ളതിനെ പറ്റി വലിയ തർക്കം നടന്നു. ഇതിനെപ്പറ്റി ഒരു കളിയാക്കി പറയുന്ന കാര്യമുണ്ട്. അങ്ങാടി മരുന്നോ പച്ച മരുന്നോ ആണ് സോഷ്യലിസം എന്ന് അറിയാത്ത പട്ടം സോഷ്യലിസ്റ്റായ കേരളത്തിൽ അങ്ങനെയൊക്കെ കളിയാക്കുന്നുണ്ടെങ്കിൽ അതൊന്നും സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ചരിത്രത്തിൽ വസ്തുതയല്ല. അങ്ങനെ ഈ PSP ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി ചെറിയൊരു പാർട്ടിയായി നിലവിൽ വന്നു. അതാണ് തിരുവിതാംകൂറിൽ പട്ടം താണുപിള്ളയുടെയും തിരുവിതാംകൂറിലെ അന്ന് പട്ടം TM വർഗീസ്, C. കേശവൻ ഉണ്ടാക്കിയ ഗവൺമെന്റ്, പറവൂട്ടിക്കയുടെ നേതൃത്വത്തിലാണ് അത് പിന്നീട് ഒരു ഗവൺമെന്റ് ഉണ്ടായത്. പട്ടത്തിനുണ്ടായ ഒരു വ്യക്തിപ്രഭാവം കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തിയെന്നാണ് TS രാമസ്വാമി ആദ്യകാല സോഷ്യലിസ്റ്റ് പറയുന്നത്. ആ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് 10-15 സീറ്റ് അന്ന് കിട്ടി. അന്ന് മലബാർ ഭാഗത്ത് മറ്റൊരു പാർട്ടി രൂപം കൊണ്ടു. ആചാര്യ JB കൃപലാനി 1950-51 ആയപ്പോൾ കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി KMPP രൂപീകരിച്ചു. അങ്ങനെ വടകര സീറ്റിൽ PR നമ്പ്യാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി, അദ്ദേഹം പിന്മാറി KMPPക്ക് വേണ്ടി പ്രസംഗിച്ചു. PR നമ്പ്യാർ മനോഹരമായി പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് സംസാരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച കുറച്ച് ആളുകളുണ്ട്, ഞാനും സുധീറും ഒക്കെ. PR നമ്പ്യാർ അന്ന് KMPP കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് വലിയ വിരോധത്തിലാണ്. PR-ന്റെ പ്രസംഗം ഇതാണ്: KMPP ആകുന്ന കഷായം സഖാക്കളെ നിങ്ങൾ കുടിച്ചേ മതിയാകൂ. കോൺഗ്രസ് ആകുന്ന ചൊറി പോകണമെങ്കിൽ KMPP എന്ന കഷായം കുടിച്ചേ മതിയാകൂ. ചൊറി പോകണമെന്നുള്ളത് കൊണ്ടാണ് കഷായം കുടിക്കുന്നത്, കഷായത്തെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല. അത്രമാത്രം സ്നേഹമാണ് അന്ന് കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും തമ്മിലുണ്ടായിരുന്നത്. ഈ KMPPയും ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടിയും 1952 ലയിച്ചാണ് PSP ഉണ്ടാകുന്നത്. ഈ PSP 1960-കൾ വരെ അതിശക്തമായി കേരളത്തിൽ നിലകൊണ്ടു. ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന തന്ത്രജ്ഞൻ ഒടുവിൽ പട്ടം താണുപിള്ളയെ പഞ്ചാബിൽ ഗവർണറാക്കി കേരള രാഷ്ട്രീയത്തിൽ നിന്നും പിഴുതുമാറ്റി. ഇത് PSPയുടെ ആദ്യ തകർച്ച. പിന്നെ ലോഹിയുടെ നേതൃത്വത്തിൽ, രാജ്നാരായണന്റെ നേതൃത്വത്തിൽ, മധുരിമായുടെ നേതൃത്വത്തിൽ 1, 2, 3, 4 ഭിന്നിപ്പുകൾ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം നേരിട്ടു. അശോക മേത്ത തുടങ്ങിയ നേതാക്കൾ കോൺഗ്രസിലോട്ട് പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മോഹൻകുമാരവൻ. അങ്ങനെ അശോക മേത്ത പ്ലാനിംഗ് കമ്മീഷന്റെ ഡെപ്യൂട്ടി ചെയർമാനായ 1962 പോയപ്പോഴാണ് സോഷ്യലിസ്റ്റ് പാർട്ടിയും സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയും രൂപപ്പെടുന്നത്. PSP എന്ന നാമധേയം പോയെങ്കിലും സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി അതിശക്തമായി 1970 വരെ കേരളത്തിൽ നിലകൊണ്ടു. പിന്നീട് സോഷ്യലിസ്റ്റ് പാർട്ടി ജനതാ പാർട്ടി ആയതും പിരിഞ്ഞു പോയതൊക്കെ ഇപ്പൊ പറയുന്നില്ല. PSP തുടങ്ങിയതും PSP പോയതും ഇതാണ്. PSP രൂപാന്തരപ്പെട്ട് സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയായി 1967 ഗവൺമെന്റിൽ 20 അംഗങ്ങളോടുകൂടി വീണ്ടും നിലനിന്നിരുന്നു. PR കുറുപ്പ്, PK കുഞ്ഞ് തുടങ്ങിയവർ ഉൾപ്പെടെ. PSPയുടെ നേതാക്കന്മാരെ 1ഉം 2ഉമായി കോൺഗ്രസിലേക്ക് അടർത്തി മാറ്റി എടുക്കുകയും PSPയെ പിന്നീട് അതിലെ ഇടതുപക്ഷക്കാർ SSP ആയി രൂപാന്തരപ്പെട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഐക്യമുണ്ടാക്കിയ കഥയാണ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ 60-കളുടെ രൂപാന്തരം. തീർച്ചയായിട്ടും അതൊരു രസകരമായ കഥയാണ്.
എപ്പോഴും കേരള ചരിത്രം അന്വേഷിക്കുമ്പോൾ PSP എവിടെ പോയി എന്നുള്ളത് വലിയൊരു ആശങ്കയായിരുന്നു. 57-ലെ ഏകകക്ഷി EMS ഗവൺമെന്റ് ഒരുപക്ഷെ ആ ഗവൺമെന്റിനെതിരായിട്ടായിരിക്കും ആദ്യമായിട്ട് കേരളത്തിൽ ഒരു ഐക്യമുന്നണി ഉണ്ടാകുന്നത്. വിമോചന സമരത്തിൽ ഒരു പ്രതിപക്ഷത്താണ് ഐക്യമുന്നണി ആദ്യം. അങ്ങനെയല്ലേ അതിന് വിലയിരുത്തിക്കൂടെ? ഇപ്പൊ ഭരണത്തിരിക്കാൻ മാത്രമല്ല ഐക്യമുന്നണി ഉണ്ടായിട്ടില്ല, ഭരണത്തിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയും കേരളത്തിൽ ഐക്യമുന്നണി ഉണ്ടായിട്ടുണ്ട്. അതാണ് വിമോചന സമരത്തിന്റെ കഥ. എന്തായാലും ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ അതുകൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ തോന്നുന്നു. വിമോചന സമരവും അതിനുണ്ടായ ഐക്യമുന്നണി, അതിലെ കോൺട്രഡിക്ഷൻസ്, അതെങ്ങനെയാണ് ആദ്യം ഇവോൾവ് ചെയ്തത്, അതിൽ ആരൊക്കെയാണ് പിന്നീട് വന്നത്, അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക്. വിമോചന സമരം എങ്ങനെ തുടങ്ങി, അതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരത്തിലേക്കുള്ള വരവിനെ പറ്റി 2 വാക്ക് പറയാം. ഇവിടെ താഴ്ത്തപ്പെട്ട വിഭാഗങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചും സമരങ്ങൾ നടത്തിയും അതിശക്തമായ അടിത്തറ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയെടുത്തിരുന്നു. ദാമോദരന്റെ ഭാഷയിൽ ദാമോദരൻ താരിഖാലിക്ക് 1975 ന്യൂ ലെഫ്റ്റ് റിവ്യൂവിൽ നൽകിയ ഒരു ഇന്റർവ്യൂ ഉണ്ട്. വളരെ എനിക്ക് തോന്നുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ എല്ലാ വിദ്യാർത്ഥികളും ഗവേഷകർ നിർബന്ധമായി അതൊന്ന് കണ്ണോടിച്ചെങ്കിലും വായിച്ചിരിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് കേരളത്തിൽ ശക്തിപ്പെട്ടു എന്ന് ദാമോദരൻ പറയുന്ന മനോഹരമായ ഉത്തരമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ താമസിച്ചു തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. 1930-ലും 32-ലും അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസുമായി ഒന്നിക്കണ്ട എന്നും ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നും വിട്ടുനിന്ന് പ്രത്യേകമായി നിൽക്കണമെന്ന നയം സ്വീകരിച്ച് ആകെ സെഗ്രിഗേഷൻ എന്നാണ് ദാമോദരൻ പറയുന്നത്, ഐസൊലേഷനിസം. ഞങ്ങൾക്ക് കോൺഗ്രസിനുള്ളിൽ പ്രവർത്തിച്ച് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ജനങ്ങളെ ആകർഷിച്ച് ബഹുജന സംഘടനകളിലൂടെ അതിശക്തമായി മുന്നോട്ട് വരാൻ സാധിച്ചു. 39-ൽ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല. പക്ഷെ 1957 ആയപ്പോൾ മലബാർ ഭാഗത്ത് അതിശക്തമായ അടിത്തറയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, തിരുവിതാംകൂറിൽ അതിൽ എം എൻ ഗോവിന്ദൻ നായരുടെ പേര് വീണ്ടും പറയേണ്ടി വരും, വളരെ കുശാഗ്ര ബുദ്ധിയോടുകൂടി നടത്തിയ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ്, അത് കൂട്ടായ നേതൃത്വത്തിന്റെ തന്നെയാണ്. EMS എന്ന പോളിറ്റ് അംഗമാണ്, അച്യുതമേനോൻ MN ദാമോദരൻ സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളാണ്. കേരളത്തിലെ ജാതി മത സമവാക്യങ്ങളെ കോൺഗ്രസിനെതിരാക്കി തിരിച്ചുകൊണ്ട് ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞത് MN ഗോവിന്ദൻ നായർ, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിൽ CPM-നും പിന്നീട് പോയ ഒരുപാട് നേതാക്കന്മാർക്ക് പങ്കെടുത്തു. അങ്ങ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ 40% കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളും നായർ തറവാടുകളിലെ ചെറുപ്പക്കാരായവർ. മെട്രിലീനി മാർക്സിസം ആൻഡ് ബർത്ത് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന റോബിൻ ജെഫ്രിയുടെ പുസ്തകത്തിൽ അദ്ദേഹം മനോഹരമായി ഇത് വർണ്ണിക്കുന്നു. പൊളിഞ്ഞുപോയ അരുമത്തായം പൊളിഞ്ഞ നായർ തറവാടുകളിലെ അംഗങ്ങൾ ഒന്നടങ്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിറകെ അണിനിരത്ത് വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ പിന്നാലെ അണിനിരക്കുന്ന സംഭവമുണ്ട്. മന്നത്ത് പത്മനാഭൻ കോൺഗ്രസുമായി വളരെ നല്ല രീതിയിൽ പിണങ്ങി. കുമ്പളത്ത് ശങ്കപ്പിള്ള പറയുന്ന രസകരമായ ഒരു കഥയുണ്ട്, അറിയാത്ത കഥകളായിരുന്നു, അതുകൂടെ പറഞ്ഞു. എന്റെ കഴിഞ്ഞകാല സ്മരണകളിൽ കുമ്പളം പറയുന്നത് 1955-56 പനമ്പള്ളി ഗോവിന്ദമേനോനുള്ള മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ചങ്ങനാശ്ശേരി NSS കോളേജിന്റെ ഉദ്ഘാടനമായ വാർഷികമായി അതൊരു സമ്മേളനത്തിന് കുടിവെള്ളവും മറ്റേ പന്തലിലായുള്ള ആവശ്യമായ ജലം ലഭ്യമാക്കാൻ പനമ്പള്ളി നേരിട്ട് വന്നത്തിനോട് വാഗ്ദാനം നൽകുന്നു. പത്മനാഭപിള്ള സാറിന് NSS ആയിരുന്നു ലോകം, അദ്ദേഹത്തിന്റെ ആകെ ലോകം NSS ആണ്. പനമ്പള്ളിയുടെ വാഗ്ദാനം പാലിക്കാൻ പനമ്പള്ളി ആത്മാർത്ഥമായി സത്യസന്ധമായി ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ബോർവെല്ലുകൾ കുഴിക്കണമെന്ന് എഞ്ചിനീയർമാർ പറഞ്ഞപ്പോൾ അവിടെ പുതിയ ബോർവെല്ലും ട്യൂബും വലിക്കണമെങ്കിൽ അന്ന് ക്യാബിനറ്റിൽ വെക്കണമെന്ന്. ക്യാബിനറ്റിൽ വെക്കാൻ പോയപ്പോൾ AJ ജോൺ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നാളെ എടുത്തു ആ പള്ളിക്കാർ വരും, പലരും വരും, നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടെന്ന് പറഞ്ഞത് നടക്കാതെ. അരിശം മൂത്ത് നിന്ന് കോൺഗ്രസിനോടുള്ള ശത്രുത പ്രഖ്യാപിച്ച ഒരു കാലഘട്ടമാണ്. അന്ന് മന്നത്ത് പത്മനാഭന്റെയും ആശീർവാദത്തോടു കൂടി പല സ്ഥാനാർത്ഥികളും തിരുവിതാംകൂർ ഭാഗത്ത് ജയിച്ചു വരികയുണ്ടായി. ഇവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആഴത്തിൽ പ്രവർത്തിച്ചു. തോപ്പിൽ ബാസിയെ പറ്റി രസകരമായ ഒരു കഥയുണ്ട്. അങ്ങ് മന്നത്ത് ആചാര്യനെ പോയി കണ്ടിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങണമെന്ന് NSSന്റെ പ്രാദേശിക നേതാക്കൾ പറഞ്ഞപ്പോൾ അയാളെ പോയി കാണാൻ എനിക്ക് സൗകര്യമില്ല, വേണമെങ്കിൽ ഇങ്ങി വന്ന് കണ്ടാൽ മതി എന്നാണ് തോപ്പിൽ ബാസി പറഞ്ഞത്. മന്നത്തോട് പരാതി പറഞ്ഞു, ഞങ്ങൾ പ്രവർത്തിക്കില്ല, അന്തസ്സുള്ള നായനാണ്, പോയി പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ ക്രിസ്ത്യാനികൾ അന്ന് കോൺഗ്രസുമായി ചെറിയ ഒരു വിയോജിപ്പിലാണ്. മധ്യപ്രദേശിലെ നിയോഗി കമ്മീഷൻ മിഷണറികളുടെ പ്രവർത്തനത്തെ പറ്റി റിപ്പോർട്ട് നൽകി. അങ്ങനെ കോൺഗ്രസിനോട് പൊതുസമൂഹത്തിൽ ഉണ്ടായ എതിർപ്പും കോൺഗ്രസ് മന്ത്രിസഭകളുടെ അസ്ഥിരതയും എല്ലാം ചേർന്ന് രൂപപ്പെട്ട ഒരു സോഷ്യൽ എഞ്ചിനീയർ. പിന്നെ ഒരു കഥ കൂടെയുണ്ട്, സുധീറിന്റെ അനുവാദം ഉണ്ടെങ്കിൽ ഞാൻ അതും പറയാം. അന്ന് TV തോമസ് മുഖ്യമന്ത്രി എന്തുകൊണ്ടായില്ല എന്ന് നോസിറ്ററൊക്കെ എഴുതുന്നുണ്ട്. ഞാനതിനോട് ഒരുപാട് യോജിക്കുന്നില്ല. കാരണം TV തോമസ് എന്ന സംസ്ഥാന കമ്മിറ്റി അംഗമാണ്, EM ശങ്കർ നമ്പൂതിരിപ്പാട് പോളിറ്റ് ബ്യൂറോ അംഗമാണ്, അദ്ദേഹം മത്സരിച്ച നേതാവാകും. പക്ഷേ അതും ഒരു വലിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ കഥയാണ്. പിന്നീട് കർണാടകത്തിലൊക്കെ നടന്ന ഒരു എഞ്ചിനീയറിംഗിന്റെ കഥ. കോൺഗ്രസ് ഏറ്റവും ഉയർന്ന ഒരു അഖിലേന്ത്യാ നേതാവിനെ സർവ്വജാതി മതസ്ഥർക്കും, അന്ന് നായർക്കും ഈഴവർക്കും, പിന്നിപ്പ് നായർക്കും ക്രിസ്ത്യാനികൾക്കും, പിന്നിപ്പ്
ക്രിസ്ത്യാനികൾക്ക് മേധാവിത്വമെന്ന് നായർത്ത പരാതി NSSനും ഈ നാട്ടിലെ എല്ലാവിധ ശക്തികൾക്കും സ്വീകാര്യനായ ഒരു അഖിലേന്ത്യാ നേതാവും ബുദ്ധിജീവിയായിരുന്ന ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് പ്രൊജക്ട് ചെയ്ത് വെച്ചു. അതും ഒരു വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ്. അദ്ദേഹത്തിന്റെ കഴിവുകളെ കുറച്ച് കാണിക്കില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിദഗ്ധമായി നടത്തിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് 1958 രൂപപ്പെട്ടു. ഈ വിദ്യാഭ്യാസ ബില്ല് വന്നപ്പോൾ മന്നം ആദ്യം അതിനെ ശക്തിയായി അനുകൂലിച്ചു. അത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. മന്നം കോട്ടയത്തെ പള്ളിയിൽ അച്ഛന്മാർക്കും പാട്ടക്കാരന്മാർക്കും അധ്യാപകരെ കൊള്ളയടിക്കാനുള്ള അവകാശം നിർത്തലാക്കാനുള്ള മുണ്ടശ്ശേരിയുടെ ബില്ലിനെ സർവാത്മന പിന്തുണയ്ക്കുന്നുവെന്ന് പത്രസമ്മേളനം നടത്തി. പിന്നീട് ഭൂപരിഷ്കരണം വന്നപ്പോഴാണ് തിരിയുന്നത്. ഇവരറിയാത്ത കഥ കൂടെയുണ്ട്. പാലക്കാട് ഒരു എഞ്ചിനീയറിംഗ് കോളേജിന് മന്നം അനുവാദം ചോദിച്ചു. അന്ന് ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങി. വള്ളുവനാട്ടിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവ് EP ഗോപാലൻ ഞങ്ങൾക്ക് തരണം എഞ്ചിനീയറിംഗ് കോളേജ്, വർഗീയ സംഘടനയ്ക്ക് വേണ്ട എന്ന് ഗവർണറുടെ പേരടിച്ചൊരു നോട്ടീസ് ഇറക്കി. മന്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ശത്രുതയും പ്രഖ്യാപിച്ചു. 3 സോഴ്സ് സ്രോതസ്സുകൾ ഇതുണ്ട്: മുണ്ടശ്ശേരിയുടെ കൊഴിഞ്ഞ ഇലകൾ, തോമസ് ഐസക്കിന്റെ വിമോചന സമരത്തിന്റെ കാണാപ്പുറങ്ങൾ, NSSന്റെ ചരിത്രം 2ാം ഭാഗം. 3 പേര് ഇത് പറയുമ്പോൾ ഇത് കള്ളമാകാൻ വഴിയില്ല. അങ്ങനെ മന്നവും ക്രിസ്ത്യാനി സഭകളും തമ്മിലുണ്ടാക്കിയ ഒരു ഐക്യം, ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് വിമോചന സമരത്തിലൂടെ നിന്നത്. ഈ വിമോചന സമരം ചെറുതും വലുതുമായ ആളുകളുടെ എല്ലാവിധ സംഘടനകളും ഒന്നിച്ചു ചേർന്ന ഒരു വർഗീയ വികാരമായി രൂപപ്പെട്ടപ്പോൾ അത് വിമോചന സമരമായെന്നാണ് EMS പറഞ്ഞത്. ഇതാണ് സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെയും റിവേഴ്സ് എഞ്ചിനീയറിംഗിന്റെയും കഥ. കുറച്ചുകൂടി തന്ത്രം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ വിമോചന സമരം നടക്കാതെ പോകുമായിരുന്നു എന്നൊക്കെ പരിശോധിക്കാവുന്നു. വളരെ രസകരമായ ഒരു കഥയാണ്. എന്തുകൊണ്ടാണ് ഈ വിമോചന സമരം? ഒരുപക്ഷെ വിമോചന സമരത്തിന് 2 കാരണങ്ങളായി പറയുന്നത്, ഒന്ന് വിദ്യാഭ്യാസ ബില്ലും പിന്നെ ഒന്ന് ഭൂപരിഷ്കരണമാണ്. പക്ഷെ അതിൽ ഒരെണ്ണത്തിന് അനുകൂലിച്ച മന്നമാണ്, മറ്റൊന്നിനെ അങ്ങനെ വളരെ കോംപ്ലക്സ് ആയ ഒരു സിറ്റുവേഷൻ അവിടെ രൂപം കൊടുക്കുകയാണ്. അത് ഐക്യമുന്നണി, ഞാൻ നേരത്തെ പറഞ്ഞ ഐക്യമുന്നണി ഭരണം ഉണ്ടാക്കാനും ഭരണത്തെ താഴെ ഇറക്കാനും ഐക്യമുന്നണി ആദ്യമായിട്ട് കേരളത്തിൽ ഒരു ഭരണകൂടത്തെ താഴെ ഇറക്കാനാണ് ഐക്യമുന്നണി സംവിധാനം വളർന്നത്. അവിടെ മോഹൻ ഇപ്പൊ പറഞ്ഞ് അവസാനിപ്പിച്ച വർഗീയമായ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഐക്യമുന്നണി ചരിത്രത്തിലെല്ലാം അതിങ്ങനെ നിഴലിച്ച് കാണാം. 60-ലാണ് പിന്നീട് ഐക്യമുന്നണി വരുന്നത്. ആ ഐക്യമുന്നണി വരുമ്പോഴേക്ക് ഈ ഇസങ്ങളുടെ കോൺഫ്ലിക്റ്റ് അതിലുണ്ടോ? ആ ഇസങ്ങളുടെ കോൺഫ്ലിക്റ്റ്, ആക്ച്വലി ഇസങ്ങൾ എവിടെയാണ് ഈ ഐക്യമുന്നണിക്ക് വേണ്ടി ഇസങ്ങൾ ഇല്ലാതാവുക അല്ലെങ്കിൽ ഇസങ്ങളിൽ വെള്ളം ചേർക്കുന്ന ആ പ്രവർത്തനമാണ് ഒരു പ്രധാനമായ അതിനകത്തൊരു വിഷയം. അതൊന്ന് പറഞ്ഞുകൊണ്ട്. 1960 ഐക്യമുന്നണിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിളിച്ച പേര് മുക്കൂട്ട് മുന്നണിയാണ്. PSP, മുസ്ലിം ലീഗ്, കോൺഗ്രസ്, ഇവരാണ് 3 പേരുടെ മുന്നണി. ഈ മുക്കൂട്ട് മുന്നണി ക്രമേണ മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ എടുക്കാൻ പറ്റില്ല എന്ന് കോൺഗ്രസ്. അങ്ങനെ CD സാഹിബിനെ സ്പീക്കറാക്കി, CH മുഹമ്മദ് കോയെ പാർട്ടിയിൽ നിന്നും രാജിവെപ്പിച്ച് സ്പീക്കറാക്കി. അങ്ങനെ ലീഗ് ഒരുപാട് അപമാനം സഹിച്ച് അവസാനം മുന്നണി വിട്ടുപോയി. 62 തെരഞ്ഞെടുപ്പായപ്പോൾ ലീഗിന്റെ സ്ഥാനാർത്ഥികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ധാരണയിലെത്തി. പിന്നീട് പട്ടത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ പിഴുതു മാറ്റി പഞ്ചാബിൽ ഗവർണറാക്കി കൊണ്ടുപോയി. PSPക്ക് വലിയ അമർഷമായി. PSP മുന്നണിയിൽ നിന്ന് പോയി. 1964 ആയപ്പോൾ EM ശങ്കരൻ നമ്പൂതിരി വർക്കലയിൽ ചെയ്ത അദ്ദേഹത്തിന്റെ സാർക്കസ്റ്റിക് റിമാർക്ക്, ഇന്നും കേരള രാഷ്ട്രീയത്തിൽ ഐക്യമുന്നണി പറ്റി അദ്ദേഹം പറഞ്ഞു, 3 പേരുണ്ടാക്കിയ മുന്നണി 3 ആദ്യം 2ആയി, 2 പിന്നീട് 1ആയി, ആ 1 ഇതാ 2 ആകുന്നു. അങ്ങനെയാണ് കേരള കോൺഗ്രസ് അതിൽ നിന്ന് വന്നത്. 3 2ആയി, 2 1ആയി, 1 2ആയി, അങ്ങനെ മന്ത്രിസഭ വീണു. അതിൽ ഇസങ്ങളില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാറ്റി നിർത്തണമെന്ന് മാത്രമേ അതിലുണ്ടായിരുന്നു. ഞാനത് ജവഹർലാൽ നെഹ്റു ഹൈപ്പോത്തിസിസ് എന്നൊരു കാര്യമുണ്ട്. ജവഹർലാൽ നെഹ്റു 59 ജൂൺ മാസത്തിൽ തിരുവനന്തപുരത്ത് വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തെ കണ്ടിരുന്നു. കെ ദാമോദരൻ നൽകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഹൗ ഡിഡ് യു മാനേജ് ടു വണ്ടർഫുള്ളി ഐസൊലേറ്റ് such large people or sections of society in such a short space of time എന്നാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തോട് ചോദിച്ചത്. ഈ അത്ഭുതകരമായ പ്രവർത്തനം നിങ്ങൾ എങ്ങനെ സാധിച്ചു? പക്ഷെ അന്ന് EMS പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇത്രയും ആളുകൾ എതിർക്കുന്നുണ്ടെങ്കിൽ അതിന്റെ 10 ഇരട്ടി ആളുകൾ ഞങ്ങൾ അനുകൂലിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നെഹ്റൂവിയൻ ഹൈപ്പോത്തിസിന്റെ ടെസ്റ്റ് ആയിരുന്നു 60-ലെ തെരഞ്ഞെടുപ്പ്. 60-ലെ തെരഞ്ഞെടുപ്പ് തെളിയിച്ച ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും മഹാനായ നെഹ്റുവിനൊരു തെറ്റുപറ്റി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ അന്ന് തകർന്നിട്ടില്ല. 43% വോട്ടോടുകൂടി 34 സീറ്റുകളിൽ 50%-ലധികം വോട്ടുകൾ നേടി 57 അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി 19 സീറ്റുകളിൽ 50%-ലധികം വോട്ട് പിന്നെയും നിലനിർത്തി. ഈ മുന്നണി ഉണ്ടായത് കൊണ്ട് മാത്രമാണ് പരാജയപ്പെട്ടത്, അല്ലെങ്കിൽ പരാജയപ്പെടുക. അപ്പോ ടു എക്സ്ക്ലൂഡ് കമ്മ്യൂണിസ്റ്റ് ഒരു മുന്നണി, ഈ സ്ട്രാറ്റജി കോൺഗ്രസ് നേതൃത്വം തുടങ്ങിയെങ്കിലും 1965 ഇത് പരാജയപ്പെട്ടു. പക്ഷെ 67 കോൺഗ്രസിനെ ഒറ്റയ്ക്ക് പുറത്തിറക്കി നിർത്തി
എല്ലാ കക്ഷികളെയും കൂട്ടി യോജിപ്പിച്ചൊരു മുന്നണി വീണ്ടും ഉണ്ടാക്കി. ആ മുന്നണിയാണ് 69-ൽ പല കാര്യങ്ങളിൽ തട്ടി തകർന്നു പോയത്. അത് ഇസങ്ങളിൽ വെള്ളം ചേർക്കുന്നത് അപ്പം തന്നെ തുടങ്ങി. ഓൾ ദാറ്റ് വാസ് ഹോളി വാസ് പ്രൊഫൈൻഡ്, ഓൾ ദാറ്റ് വാസ് സോളിഡ് മെൽറ്റഡ് ഇൻ ടു ദ എയർ. ഇതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലെ വാചകം. അതാണ് നടന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും CPI-യും RSPയും ഇവരെല്ലാവരും ഒന്നിച്ചു. ഈ 69 ആയപ്പോൾ ആദ്യം ലീഗുമായും കേരള കോൺഗ്രസുമായി ഒന്നിക്കരുതെന്ന് പറഞ്ഞ് CPI വളരെ ഭംഗിയായി അവരോട് യോജിച്ചു. അങ്ങനെ സർവൈവൽ, ഏറ്റവും തങ്ങളുടെ മുഖ്യ ശത്രു എന്ന് കരുതപ്പെടുന്ന വലിയ ശക്തിയെ ഒറ്റയ്ക്ക് മാറ്റി നിർത്താൻ ആദ്യം കോൺഗ്രസിന്, പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് അധികാരത്തിൽ നിന്ന് പുറത്തിറക്കി നിർത്താൻ ഏത് വിധേയനെയുമുള്ള മുന്നണി എന്നാണ് 70-കളായപ്പോൾ കേരളത്തിൽ രൂപം. മോൻ സമയത്തിന്റെ ഒരു പ്രശ്നം അവർ പറയുന്നുണ്ട്. ഇവിടെ കോൺഗ്രസ് ആയിക്കൂടെ, ഒരു ചോദ്യം ആയിക്കൂടെ? ഓക്കെ, പുറത്തുനിന്ന് ചോദ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യം എടുക്കാം, അല്ലെങ്കിൽ ഞാൻ വെക്കാം. വേഗം ചോദിക്കണേ. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഒരു മുന്നണിയാണ്. 400 സീറ്റ് ലക്ഷ്യമിട്ട് വന്ന BJP ഒരു മുന്നണിയായിട്ടാണ് ഭരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള കേരള രാഷ്ട്രീയത്തിന്റെ ഒരു സംഭാവനയായിട്ട് മുന്നണി സംവിധാനത്തെ കാണാൻ കഴിയുമോ? സബ്സ്റ്റാൻഷ്യലി യെസ്, ബിക്കോസ് കേരള സമൂഹത്തിലെ പലതരം ഭിന്നതകൾ ഒരൊറ്റ കക്ഷിക്ക്, ഒരു അംബർല പാർട്ടിക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭരിക്കാൻ കഴിയാതെ അങ്ങനെയാണ് ഇവിടെ മുന്നണി സംവിധാനം വന്നത്. ഇന്ത്യയിലും 1989-ന് ശേഷം കേരളത്തിലെ 69-ലെ സ്ഥിതിയാണ് ഉണ്ടായത്. ഒരൊറ്റ പാർട്ടിക്ക്, പിന്നെ BJP-യെ മാറ്റി നിർത്താൻ മറ്റ് കക്ഷികൾ, കോൺഗ്രസിനെ മാറ്റി നിർത്താൻ NDA, അങ്ങനെയാണ് വന്നത്. ഇത്തവണയും BJP-യെ മാറ്റി നിർത്താനും 420 ആകരുതെന്ന് മറ്റ് കക്ഷികൾ ചേർന്ന് മുന്നണി ഉണ്ടാക്കിയപ്പോൾ ഇവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയാതായി. പക്ഷേ ഇതൊരു കോമൺ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ 1980 മുതൽ കേരളത്തിൽ നിലനിൽക്കുന്ന സ്ഥായിയായ ഒരു മുന്നണിയല്ല. ഭൂരിപക്ഷത്തിന് വേണ്ടി പോസ്റ്റ് ഇലക്ഷൻ കൂട്ടിച്ചേർത്തൊരു മുന്നണിയാണ്. ഇതിനെ കൃത്യമായി കേരള രാഷ്ട്രീയത്തിന്റെ സംഭാവനയാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരൊറ്റ കക്ഷിക്ക് അംബർല പാർട്ടിയായി ഇന്ത്യയിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ സംജാതമായത് മുൻകാല കേരള രാഷ്ട്രീയത്തിന്റെ ദേശീയ പ്രതിഫലനമായി തീർച്ചയായും കാണാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിന്റെ അറിയാക്കഥകൾ നിറഞ്ഞ ഈ പുസ്തകം കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എല്ലാവരും വായിക്കേണ്ടതാണ്. രണ്ട് തരത്തിൽ, ഒന്ന് കോമ്പറ്റീറ്റീവ് പൊളിറ്റിക്സിലൂടെ മുന്നണി രാഷ്ട്രീയം വന്നതോടെ പൊളിറ്റിക്സിന്റെ കോമ്പറ്റീറ്റീവ്നെസ് വരികയും അങ്ങനെ കേരളത്തിന്റെ സമൂഹമായ ഒരു മാറ്റത്തില് വലിയ പങ്കുവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. നിർഭാഗ്യവശാൽ വർഗീയതയുമായി ബന്ധപ്പെട്ട സമുദായങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുക എന്ന് പറയുന്ന ഒരു പ്രഹേളിയ കൂടി ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട്. സമയക്കുറവുകൊണ്ട് നമ്മൾ സംശയിക്കുന്നില്ല. ഒരു കാര്യം കൂടി മോഹൻ പറയേണ്ടത്, ഐക്യമുന്നണി എന്ന സംവിധാനം ദേശീയ തലത്തിൽ പ്രാവർത്തികമാകുമ്പോൾ എന്തൊക്കെ ആകാമെന്നുള്ള മാതൃക കേരളം കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെ ആകാൻ പാടില്ല എന്നും നമ്മളുടെ എക്സ്പീരിയൻസിലൂടെ ഉണ്ട്. കാരണം ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളും സ്ഥാപിത താല്പര്യങ്ങളും ഓരോ സ്ഥലത്തും നടമാടുമ്പോൾ സാധാരണ ജനങ്ങളുടെ താല്പര്യം ചിലപ്പോൾ പിന്നിട്ട് പോകുന്നില്ലേ എന്ന സംശയമുണ്ട്. അത് ഇന്ത്യൻ രാഷ്ട്രീയം കേരളത്തിൽ നിന്ന് പഠിക്കാൻ പാടില്ലാത്ത ഒരു പാഠമാണ്. മറ്റു പാഠങ്ങൾ പഠിക്കാവുന്നതുമാണ്. രണ്ടും പുസ്തകത്തിൽ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സമയക്കുറവ് കാരണം നിർത്തുന്നു. കേട്ടതിന് വളരെ നന്ദി. താങ്ക് യു. പുസ്തകം വാങ്ങുക, വായിക്കുക.